ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പിൻ്റെ പരിശുദ്ധമായ ദിവസങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോവാണ്. നാളെ മുതൽ ഒരു പ്രത്യേക കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. എല്ലാ ദിവസവും നമ്മൾ ഈ ഗുഡ് നൈറ്റ് ടോക്കുകളൊക്കെ കേൾക്കുന്നു, മറ്റുള്ളവരായിട്ടൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. നാളെ മാർച്ച് 22 മുതൽ വരുന്ന ദിവസങ്ങളെല്ലാം നമ്മൾ കുരിശിൻ്റെ വഴിയുടെ ആ ഒരു 14 സ്ഥലങ്ങളുണ്ടല്ലോ, അതിനകത്തെ ഓരോ കാര്യങ്ങളൊന്ന് ചിന്തിച്ച് ധ്യാനിച്ചിട്ട് നമ്മളൊന്ന് കടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. നമ്മൾ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നുണ്ട്. നമുക്ക് ആ 14 സ്ഥലങ്ങളൊക്കെ നമ്മൾ ധ്യാനിച്ചിട്ടുമൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ ജീവിതമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈശോയുടെ സ്നേഹമൊക്കെ, ഈശോ നമുക്ക് വേണ്ടി നടന്ന ആ കുരിശിൻ്റെ വഴികളുമായി ബന്ധപ്പെട്ട കുഞ്ഞു കുഞ്ഞു ചിന്തകളൊന്ന് പങ്കുവച്ചിട്ടായിരിക്കും നമുക്കിനി ഒരു ഈസ്റ്റർ വരെയുള്ള ദിവസങ്ങളിൽ നമ്മളൊന്ന് കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഈ ശുശ്രൂഷയോട് നിങ്ങൾ കാണിക്കുന്ന വലിയ സ്നേഹത്തിന് നന്ദി പറയാണ്. എൻ്റെ ഒരു സ്നേഹത്തോടുള്ള റിക്വസ്റ്റാണ്, കുറച്ചുകൂടെ ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്കണം. അച്ഛൻ്റെ ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ ചാനലിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല. അത് നോക്ക്, അപ്പുറത്ത് വേറൊരു ചാനലുണ്ട്, അതിന് ഏകദേശം 2 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ ഒരു എണ്ണമല്ല നമ്മൾ നോക്കുന്നത്, എത്രമാത്രം ആ, പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതെന്നല്ലല്ലോ, എത്രമാത്രം ആളുകളെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ അത് നമുക്കും ആ ഒരു മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കും. നിങ്ങൾ കുറച്ചുകൂടെ ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. ചിലപ്പോൾ ഒരു പക്ഷേ സ്ഥിരമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ടാകാം. എങ്കിലും പുതിയ ആളുകളിലേക്കൊക്കെ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് വഴിയോ ഗ്രൂപ്പുകളൊക്കെ വഴിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിരുന്ന് പരിശ്രമിക്കുക. വചനമല്ലേ, അത് ആളുകളിലേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ അനുഗ്രഹമാവും. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ശുശ്രൂഷകളൊക്കെ ആയിരിക്കും താല്പര്യം. പക്ഷേ ഏത് ശുശ്രൂഷയാണെങ്കിലും കർത്താവിൻ്റെ വചനമാണ്. അപ്പോൾ അതിനെ നമ്മളെ ഏറ്റെടുത്ത് നമ്മളത് മുന്നോട്ട് നയിക്കുമ്പോൾ അത് കൂടുതൽ സുവിശേഷ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് മാറുന്നു. അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടെയാണെന്നുള്ളത് സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ ഗുഡ് നൈറ്റ് ടോക്കുകളിലൂടെയൊക്കെ നടന്ന കുറേ അത്ഭുതങ്ങൾ, കുറേയധികം അനുഗ്രഹങ്ങൾ എനിക്കിങ്ങനെ ഇമെയിൽ വഴിയൊക്കെ പ്രധാനമായിട്ട് ഒത്തിരി സാക്ഷ്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾക്ക് അത് വായിക്കാൻ ഒരു ഇൻസ്പിറേഷൻ, ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിക്കാൻ ഈശോ ഒരു പ്രചോദനം തരുന്നൊരു സമയത്ത് മാത്രമേ ഞാനത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുള്ളൂ. എനിക്ക് തീർച്ചയായിട്ടും അറിയാം, നമ്മൾ ആ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ ആളുകളെ ഇത് കാണാൻ പ്രചോദിപ്പിക്കും. പക്ഷേ ഒരിക്കലും ആ അത്ഭുതങ്ങളോ സാക്ഷ്യങ്ങളോ ആയിരിക്കല് നിങ്ങളുടെ പ്രചോദനം എന്ന് എനിക്ക് പേഴ്സണലി ഒരു നിർബന്ധമുണ്ട്. കർത്താവിൻ്റെ വചനം മാത്രമായിരിക്കണം നിങ്ങളെ ആകർഷിക്കേണ്ടത് എന്ന് ഒരു പുരോഹിതൻ എന്ന നിലയിൽ, വചനം പഠിപ്പിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്കൊരു നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ ആ സാക്ഷ്യങ്ങളൊന്നും അധികം പരിചയപ്പെടുത്താത്തത്. അത്രയ്ക്കധികം സാക്ഷ്യങ്ങൾ നമുക്ക് ഇമെയിലുകൾ വഴി വരുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒരു സമയമൊക്കെ ഈശോ അനുവദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനൊരു പെർമിഷൻ ഈശോ തരുന്ന ഒരു സമയത്ത് നമുക്കത് ചെയ്യാം. അതുവരെ നിങ്ങളത് ശ്രദ്ധിക്കാം. ചിലപ്പോൾ നമ്മളെ അട്രാക്ട് ചെയ്യുന്നത് എപ്പോഴും ഇത്രയും അത്ഭുതങ്ങൾ നടന്നു എങ്കിൽ ഈ വചനം വായിക്കാം, ഇത്രയും അടയാളങ്ങൾ നടന്നു എങ്കിൽ ഈ ശുശ്രൂഷയുടെ ഭാഗമായി നിൽക്കാം. ഒരു തരത്തിലുള്ള ഒരു സ്പിരിച്വൽ ടെംപ്റ്റേഷനാണത്. ആ ഒരു പ്രലോഭനത്തിൽ വീണു പോകാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു എന്നല്ല, വചനം നിങ്ങൾക്ക് എന്ത് തരുന്നു അത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ സുവിശേഷ പ്രഘോഷമാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള ആ ഒരൊറ്റ നിയോഗം വെച്ച് മാത്രം ഇത് ഷെയർ ചെയ്താൽ മതി. കിട്ടുന്നുണ്ടോ? നിങ്ങൾക്കത് മനസ്സിലാവുന്നു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ഈ ശുശ്രൂഷയിലൂടെ, അല്ലെങ്കിൽ ഞാൻ ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നത് വചനപ്രഘോഷമാണ്. മറ്റൊരു ലക്ഷ്യത്തിലേക്ക് നമ്മളിത് പോകുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യത്തിലേക്ക് ഇത് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈശോ തന്നെ ഇത് ചിലപ്പോൾ അവസാനിപ്പിച്ച് കളയും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുകയാണ്. നിങ്ങളതുകൊണ്ട് മാക്സിമം ആളുകളിലേക്ക് ഈ ശുശ്രൂഷ എത്തിക്കണം. ഞാനിത് പലതവണയും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു, അല്ല പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളൊന്നുകൂടെ കുറച്ചുകൂടെ ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തകൾ, എനിക്ക് തോന്നുന്നു നമ്മളെ സഹായിക്കാൻ പോകുന്ന കുറച്ച് ചിന്തകളാണ് വരുന്ന 14 ദിവസങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമ്മുടെ പ്രത്യേകിച്ച് നോമ്പുകാലമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിയാൽ അത് അവർക്കും കൂടുതൽ അനുഗ്രഹമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ പ്രത്യേകിച്ച് ഈ കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയുടെ പീഡാസഹനത്തെയൊക്കെ ധ്യാനിച്ച് കിടന്നുറങ്ങുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 53-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, നമ്മുടെ വേദനകളൊക്കെ ഈശോ ചുമന്നു, നമ്മുടെ മുറിവുകൾ അവൻ ഏറ്റെടുത്തു, അവൻ ഏറ്റെടുത്ത മുറിവുകളാലാണ് നമ്മൾ സൗഖ്യപ്പെട്ടത്. ഈ വചനം അറിയാലോ, 53-ാം അധ്യായം ഏശയ്യാ 53-5. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഈശോ അനുഭവിച്ച ഓരോ വേദനയും നമ്മളെ സൗഖ്യപ്പെടുത്തുകയാണ്. ദ റീസൺ ഫോർ അവർ ഹീലിംഗ് ഈസ് ഹിസ് വൂൺസ്. അവൻ്റെ മുറിവുകളാണ് നമ്മുടെ സൗഖ്യത്തിൻ്റെ കാരണങ്ങൾ. നമ്മൾ വരുന്ന 14 ദിവസങ്ങളിലൊക്കെ ഈശോ ഈ പീഡാസഹനത്തെ, പ്രത്യേകിച്ച് കുരിശിൻ്റെ വഴിയുടെ ആ യാത്രകളിലെ ഒത്തിരി സംഭവങ്ങളുണ്ട്. അതിലൊരു 14 സംഭവങ്ങളാണ് നമുക്ക് സഭ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ തന്നിരിക്കുന്നത്. ആ സംഭവങ്ങളൊക്കെ ഒന്ന് ധ്യാനിച്ച് പോകുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില വേദനകൾ, ആ വേദനകൾക്ക് പകരമായിട്ട് ഈശോ ആ വേദനകൾ ഏറ്റെടുത്തതൊക്കെ നമുക്കൊന്ന് ധ്യാനിക്കുമ്പോൾ അത് കൂടുതൽ നമുക്ക് ശക്തിപ്പെടാൻ സഹായിക്കും. ശാന്തമാകാനും കിടന്നുറങ്ങാനും പ്രതീക്ഷയോടെ ഓരോ കാര്യങ്ങളും ചെയ്യാനും പ്രത്യാശയോടെ ജീവിക്കാനും ഒക്കെ നിങ്ങളെ സഹായിക്കും. അതിന് നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ചൊരുങ്ങാം. വരുന്ന 14 ദിവസങ്ങൾ നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. സാധിക്കുന്നവർ എല്ലാ ദിവസവും, സമയം നിങ്ങളുടേത് എനിക്കറിയില്ല, സാധിക്കുന്നവർ ഇനിയുള്ള ഈസ്റ്റർ വരെയുള്ള, അറ്റ്ലീസ്റ്റ് ദുഃഖവെള്ളി വരെയുള്ള ദിവസങ്ങളിൽ
എല്ലാ ദിവസവും പേഴ്സണലി കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചെല്ലുന്നത് ഒത്തിരി നല്ലതായിരിക്കും. ഞാനത് സ്നേഹത്തോടെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യാണ്. സമയം നിങ്ങളൊന്ന് ക്രമീകരിക്കണം. ഒറ്റയ്ക്ക് പേഴ്സണലി ചെല്ലിയാലും മതി. ഗ്രൂപ്പുകളിലൊക്കെ ചെല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ, വീട്ടിൽ ചെല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ സന്തോഷം. ഒറ്റയ്ക്ക് ചെല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുക. 14 സ്ഥലങ്ങൾ ഈ കുരിശിൻ്റെ വഴി വരുന്ന 14 ദിവസം എല്ലാ ദിവസവും ഒന്ന് ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടൊന്ന് പരിശ്രമിക്കണം കേട്ടോ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വരുന്ന 14 ദിവസം ഈ ശുശ്രൂഷ കൂടുതൽ വിശുദ്ധിയോടെ, കൂടുതൽ ഒരുക്കത്തോടെ, കൂടുതൽ തീക്ഷ്ണതയോടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുക. ഈ തപസ്സിൻ്റെ, ഈ നോമ്പിൻ്റെ മുന്നോട്ടുള്ള ദിവസങ്ങളൊക്കെ ഏറ്റവും അനുഗ്രഹമായിട്ട് മാറട്ടെ. ഈ ശുശ്രൂഷ ഏറ്റെടുത്ത നിങ്ങളെ കർത്താവ് കൂടുതൽ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ ഇവാഞ്ചലൈസേഷൻ, ഈശോയുടെ സുവിശേഷ ശുശ്രൂഷയുടെ ഭാഗമാകാൻ നമ്മളെ വിളിച്ചു ചേർത്ത കർത്താവിന് എല്ലാ മഹത്വം കൊടുത്തുകൊണ്ട് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.